ഹായ് ഓൾ, വെൽക്കം ബാക്ക് മന്ന കിച്ചൻ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഹോട്ട് മിൽക്ക് പൗണ്ട് കേക്കാണ്. ഈ ഒരു കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബേക്കിംഗ് സോഡയോ ബീറ്ററോ ഒന്നും ആവശ്യമില്ല. ഇതൊന്നും ഇല്ലാതെ തന്നെ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്ക് കിട്ടും. അപ്പോൾ സമയം കളയാതെ നമുക്ക് ഈ ഒരു കേക്ക് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ഈ ഒരു കേക്കിൻ്റെ ബാറ്റർ മിക്സിയുടെ ജാറിലാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പം നല്ല ക്ലീൻ ആയിട്ട് വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാത്ത ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് വെജിറ്റബിൾ ഓയിലും കൂടി ഒഴിച്ചതിന് ശേഷം 1 മിനിറ്റോളം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ബീറ്റർ ഉള്ളവർക്ക് ബീറ്റർ വെച്ചിട്ട് ചെയ്തെടുക്കാം. നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ബാറ്റർ നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ബാറ്ററിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ച് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ ഈ ഒരു കപ്പ് എന്ന് പറയുന്നത് 250 ml ആണ്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. അതാണ് 2 തവണ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ബേക്കിംഗ് സോഡ ആവശ്യമില്ല. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ച് ഒരു ബാറ്ററിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കട്ടയൊന്നുമില്ലാതെ മിക്സാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇവിടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു സോസ് പാൻ എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് 125 ml ആണ്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അൺസാൾട്ടഡ് ബട്ടറും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഈ പാല് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അതാണ് ഹോട്ട് മിൽക്ക്. നമ്മൾ ചൂടോടെ തന്നെയാണ് ഈ ഒരു ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നമ്മൾ ഹോട്ട് മിൽക്ക് മുഴുവനും ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കേക്കിൻ്റെ ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം. കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ ഒരു ലോഫ് പാനാണ് എടുത്തിരിക്കുന്നത്. അതിൽ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. അതിലേക്ക് നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 180 ഡിഗ്രി സെൽഷ്യസിൽ ഓവൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം 35 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുത്തത്. ഓവൻ ഇല്ലാത്തവർക്ക് ഈ ഒരു കേക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടും റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഹോട്ട് മിൽക്ക് പൗണ്ട് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കുറേ പേരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും കേക്കിൻ്റെ നടുഭാഗം എന്താ പൊട്ടിയിരിക്കുന്നതെന്ന്. മിക്കവാറും ലോഫ് പാനിൽ ഉണ്ടാക്കുന്ന എല്ലാ കേക്കുകളുടെയും നടുഭാഗം ഇങ്ങനെ പൊട്ടാറുണ്ട്. ഇപ്പം കേക്ക് നല്ല ചൂടാണ്. ഓവനിൽ നിന്ന് എടുത്തതേ ഉള്ളൂ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഇത് തണുത്തതിന് ശേഷം നമുക്ക് പുറത്തേക്ക് എടുത്തിട്ട് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ പീസാക്കി ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല വൈറ്റ് കളറാണ് ഈ ഒരു കേക്കിന്. അതുപോലെ നല്ല സോഫ്റ്റാണ്, കാണുമ്പോൾ തന്നെ അറിയാലോ. അപ്പോൾ എല്ലാവരും ഈ ഒരു കേക്ക് ട്രൈ ചെയ്ത് നോക്കണം. ബീറ്റർ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അതുപോലെ ഓവൻ ഇല്ലാത്തവർക്കും എല്ലാവർക്കും ഒരുപോലെ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. ഇത് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത്. പിന്നെ നിങ്ങൾ എൻ്റെ ഏതെങ്കിലും ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോസ് ഫേസ്ബുക്ക് ഗ്രൂപ്പായ മന്ന കിച്ചണിലേക്ക് ആഡ് ചെയ്യാനും കൂടെ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു കിടിലൻ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്